ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ രാജ്മയാണ്. രാജ്മ മസാല എന്നോ അല്ലെങ്കിൽ രാജ്മ കറി എന്നൊക്കെ ഇതിന് പറയാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് രാജ്മ. ഇത് 2 ടൈപ്പ് രാജ്മ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റിയെ രാജ്മ ചിത്ര എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പഞ്ചാബിലൊക്കെ മെയിനായിട്ട് ഈ ഒരു രാജ്മ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു ഡാർക്ക് മറൂൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നിക്കുന്ന ഈ ഒരു കളറിലുള്ള രാജ്മയാണ്. ഇത് കാശ്മീരി രാജ്മയാണ് കേട്ടോ. ഇപ്പൊ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കാണിച്ച രാജ്മ ചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇല്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാശ്മീരി രാജ്മ വെച്ചിട്ടുള്ളത് കുറച്ച് ഡിഫറെന്റ് ആണ് റെസിപ്പി. അത് നമുക്ക് വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് രാജ്മ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുതിർന്നിട്ടുള്ള രാജ്മ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ രാജ്മ കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബേ ലീഫും ഒരു വലിയ കറുത്ത ഏലക്കയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത ഏലക്ക നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ച ഏലക്കയില്ലേ അതും ചേർത്ത് കൊടുക്കാം. പച്ച ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 2-3 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 3 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 വിസിൽ വന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം തുറക്കുക. ഇപ്പം നമ്മുടെ രാജ്മയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള രാജ്മയ്ക്ക് അനുസരിച്ച് വിസിലിന്റെ എണ്ണത്തിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് ഒരു 2-3 വിസിൽ എക്സ്ട്രാ വരുത്തിയിട്ട് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്ക് രാജ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ മസ്റ്റേർഡ് ഓയിൽ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റേർഡ് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ എരിവെള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ഒരു 30 സെക്കൻഡ് വഴറ്റി കൊടുക്കുക. ഇനി മീഡിയം വലുപ്പത്തിലുള്ള 2 പഴുത്ത തക്കാളി നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ. ഈ സമയത്താണ് നമുക്ക് രാജ്മ ചേർക്കേണ്ടത്. നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള രാജ്മയില്ല അത് അതിന്റെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ തിള വരുന്ന സമയത്ത് തീ കുറച്ച് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ആ സമയം കൊണ്ട് നന്നായിട്ട് തന്നെ മസാലയൊക്കെ രാജ്മയിൽ പിടിച്ച് കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇനി കറിക്ക് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ രാജ്മ എടുത്ത് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. കറി ഇരിക്കും തോറും തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട കറി. കുറച്ച് വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. തണുക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കസൂരി മെത്തി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി രാജ്മ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ രാജ്മ ചാവൽ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ റൈസിൻ്റെ കൂടെ രാജ്മ മസാല കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അതല്ലാതെ തന്നെ റൊട്ടി അല്ലെങ്കിൽ നാനിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പ്ലെയിൻ റൈസ്, അതായത് ബസ്മതി റൈസിൻ്റെ കൂടെ ഇതുപോലെ രാജ്മ മസാലയും അതുപോലെ കുറച്ച് ഉള്ളിയും ലെമൺ ജ്യൂസൊക്കെ പിഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതൊരു കിഡിലൻ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.